ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കൂലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടൽ കുറേ ആയി നിർത്തിയിട്ടോ. 3-4 മാസമായി ഞാൻ നിർത്തിയിട്ട്. ഇടും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഇടും, ഒപ്പിക്കുക എന്നല്ലാണ്ട് വീഡിയോ ഡെയിലി വിചാരിക്കും എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എടുക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് വീഡിയോ ഇടാത്തത്, എന്തായാലും നീ തുടങ്ങിയതല്ലേ, അപ്പം നിനക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൂടെ ചോദിക്കും. ചില ആൾക്കാർ ചോദിക്കും, എന്തിനാ അപ്പം അതിൻ്റെയൊക്കെ ആവശ്യം, ഉണ്ടാതില്ലതും തിന്ന് അവനവൻ്റെ പേരൻ്റെ ഉള്ളിൽ ഇരുന്നൂടെ ചോദിക്കൂട്ടോ. അപ്പോൾ അവനവൻ്റെ പേരൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോ ഇടുന്നതും. അത് പിന്നെ എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ. ഒരു അമ്മനെ തല്ലിയിട്ടുണ്ടെങ്കിൽ 2 വശം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയും ആ തള്ളക്കൊന്ന് കിട്ടണം, തള്ളക്ക് 2 കിട്ടേണ്ട കുറവുണ്ട് കിട്ടണം. ചില ആൾക്കാർ പറയും എന്നാലും ഓനാ ഉമ്മാനല്ലേ തച്ചത് എന്ന് പറയട്ടോ. അതുപോലെ തന്നെ എന്ത് കാര്യം അങ്ങനത്തെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. കാര്യം ഞാൻ പറയാം. വീഡിയോ എന്താണെന്നിൽ ചേനപ്പൂവിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ ചേനപ്പൂവിൻ്റെ കറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മുറിച്ച് കഴുകി നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ട്, അപ്പോൾ ഈ തേങ്ങൻ്റെ ഞാൻ എന്താ പറയുക ഇങ്ങനെ കാണിക്കണത്, നിങ്ങളെല്ലാവരും ചെറുതിലുണ്ട് ഇങ്ങനെ ഒരു അനുഭവം എന്നറിയില്ല കേട്ടോ. ഇവിടെ നോക്കാം, തേങ്ങ അങ്ങോട്ട് കാർന്ന് അതിൻ്റെ റൗണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വഭാവം ചെറുതിൽ ഞങ്ങൾക്കും ഉണ്ടായിന്. ഒരു ദിവസം ഒരു പെരുന്നാളിൻ്റെ തലേന്നുണ്ടായി ഇതേപോലെ തേങ്ങ ഫുള്ള് കാർന്ന് വെച്ചിട്ട് ഉമ്മാനൻ്റെ അടുത്ത് ഉണ്ടായിട്ട് എനിക്ക് തേങ്ങാമുറിയും കൊണ്ട് ചുണ്ടിന് കുത്തൽ. പിറ്റേന്ന് നേരം പോലത്തപ്പോൾ എനിക്ക് തുണി മാറ്റിയിട്ട് ആൾക്കാരുടെ ഇടയിൽ നടക്കാൻ കഴിയൂലായിരുന്നു. എന്താ പറഞ്ഞാലില്ലേ, ചുണ്ടുണ്ടായി വണ്ണം വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മളെന്താ ചെയ്യണത്, അത് നമ്മളെ മക്കളും ചെയ്യും, അതാണ് സത്യം അല്ലേ. അപ്പോൾ അങ്ങനെ എന്താക്കി അതിലേക്ക് വലിയ ജീരകവും പുളിയും കൂട്ടിയിട്ട് അരക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോൻ്റെ ഇങ്ങനെ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിലേക്ക് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമല്ലോ, ആ വീഡിയോ എടുക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് കാണുന്നത് കേട്ടോ. ഇൻസ്റ്റയ്ക്കും ഇതേ വീഡിയോ നമ്മൾ എടുത്തോണ്. അതിന് ആ കറിയെല്ലാം അടുപ്പത്ത് വെച്ച് തേങ്ങയും ജീരകവും ഉള്ളിയും പുളിയൊക്കെ കൂട്ടിയിട്ട് അരച്ച്, പുളി കൂട്ടാൻ മറക്കരുത്. ഈ ചേന പറയുന്നത് അതിൻ്റെതായ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ, ചെറിയൊരു ചൊറിച്ചിലൊക്കെ. അപ്പോൾ ഒരു ഇച്ചിരി കൂട്ടാൻ പാടുള്ളൂ, കുറേ കൂട്ടരുത്. അപ്പോൾ കുറച്ച് മീനുണ്ടായി, അതൊന്ന് മസാല വെച്ച് പെരക്കി വെക്കുകയാണ് കേട്ടോ. അതും പൊരിച്ച് അങ്ങനത്തെ ചേനപ്പൂവും ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിയും മുളകും ഒക്കെ ഇട്ടിട്ട് ഇതിലേക്ക് വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വറുക്കാനൊന്നും നിന്നിട്ടില്ല, ഞാനും മോളല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെയൊക്കെ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അതിലേക്ക് നല്ലതാണ്. അങ്ങനെ എന്താക്കി തേങ്ങ അരച്ച് വെച്ചിട്ട് മീനും പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണല്ലോ. പക്ഷെ നമ്മൾ പെരകൾക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയെന്നുള്ളത് അറിയൂല, ഗ്യാസിന് ബുദ്ധിമുട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ നമുക്ക് അടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ അടുപ്പ് പറഞ്ഞാൽ പുക പോകാത്തത് കൊണ്ട് പുക അങ്ങനെ ഉള്ളിൽ അങ്ങനെ കത്തിക്കുന്നില്ല കേട്ടോ. അങ്ങനത്തെ മീനും അടുപ്പത്ത് വെച്ചിട്ട് കറിക്ക് തേങ്ങ അരച്ച് കൂട്ടുന്നത്. അടുപ്പൊക്കെ അടിപൊളി അടുപ്പുണ്ട്, പക്ഷെ കത്തിക്കാൻ പറ്റൂല, പുക പുറത്തേക്ക് പോകാനൊരു സ്ഥലമില്ല. ഇൻഷാ അല്ലാഹ് പുറത്തേക്ക് എവിടേക്കെങ്കിലൊക്കെ ആക്കണം. ഇനി ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരൂല എന്നില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.